നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് VK ഉണ്ണികൃഷ്ണനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ടിപ്പർ JCB മേഖലയിലെ നിരോധനം നീക്കണമെന്ന ആവശ്യം. ടിപ്പർ JCB തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം. കാഞ്ഞങ്ങാട്ട് സാംസ്കാരിക കൂട്ടായ്മ. അഖില കേരള യാദവ സഭ പുല്ലൂർ പെരിയ പഞ്ചായത്ത് കൺവെൻഷൻ 12-ന്. സാരഥി പുരസ്കാര വിതരണവും നടക്കും. അതിയാമ്പൂരിനെ മാലിന്യ വിമുക്തമാക്കി കാലിക്കടവ് ഫ്രണ്ട്സ് പ്രവർത്തകർ. ഹജ്ജ് കർമ്മം നിർവഹിച്ചു തിരിച്ചെത്തിയ ഹാജിമാർക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് VK ഉണ്ണികൃഷ്ണനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കർണാടകയിലെ സുള്ളിയിൽ പോലീസിനെ ആക്രമിച്ചെന്ന പരാതിയിൽ ഹൈക്കോടതി ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. കാസർകോട്ടെ കോടതി കോംപ്ലക്സിന് സമീപത്തെ ഔദ്യോഗിക വസതിയിലാണ് ബുധനാഴ്ച രാവിലെ VK ഉണ്ണികൃഷ്ണനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന്റെ സഹായി പുറത്തുപോയ സമയത്താണ് ആത്മഹത്യ ചെയ്തത്. സുള്ളിയിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനും ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതിനും ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സുള്ളിയ പോലീസ് കേസെടുത്ത ശേഷം വിട്ടയച്ച ഉണ്ണികൃഷ്ണൻ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പോലീസ് തന്നെ മർദ്ദിക്കുകയും മദ്യം ബലം പ്രയോഗിച്ച് വായിൽ ഒഴിക്കുകയുമായിരുന്നുവെന്ന് സുള്ളിയ പോലീസിനെതിരെ ഇയാൾ പരാതി നൽകിയിരുന്നു. തൂങ്ങിയ നിലയിൽ കണ്ട മജിസ്ട്രേറ്റിനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സുള്ളിയിൽ നടന്ന സംഭവത്തിൽ പോലീസ് മജിസ്ട്രേറ്റിനെ മർദ്ദിച്ചിരുന്നുവെന്ന് തന്റെ ജൂനിയർ അഡ്വക്കേറ്റ് പറഞ്ഞതായി അഡ്വക്കേറ്റ് PA ഫൈസൽ പറഞ്ഞു. അല്ല, കർണാടക സംഭവത്തിൽ ഇങ്ങേര് പറഞ്ഞത് ഇങ്ങേരെ മർദ്ദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ജൂനിയർ പോയി അവിടെ നിന്ന് നോക്കുമ്പോഴേക്കും ഇങ്ങേരെ മർദ്ദനം ലഭിച്ചതിന്റെ പാടുകളൊക്കെ കാണിച്ചു കൊടുത്തതായിട്ടാണ് ജൂനിയർ എൻ്റെ അടുത്ത് പറഞ്ഞത്. മാനസികമായിട്ട് വലിയ വിഷമത്തിലായിരുന്നു അദ്ദേഹം. ടിപ്പർ JCB മേഖലയിലെ നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ട് ടിപ്പർ JCB തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ടിപ്പർ JCB മേഖലയിലെ നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ട് ടിപ്പർ JCB തൊഴിലാളികൾ കാഞ്ഞങ്ങാട് RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ടിപ്പർ JCB തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം നടന്നത്. ഖനന വസ്തുക്കളായ മണ്ണ്, കരിങ്കൽ, മണൽ, ചെങ്കൽ എന്നിവ കടത്തിക്കൊണ്ടുപോകുന്നതും നീക്കം ചെയ്യുന്നതിനും ഏർപ്പെടുത്തിയ നിരോധനത്തിലൂടെ നൂറുകണക്കിന് തൊഴിലാളികൾക്കാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത്. സ്വയം തൊഴിൽ സംരംഭത്തിന്റെ ഭാഗമായി ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്ത് വാഹനം വാങ്ങിയ തൊഴിലാളികൾ കടക്കണിയിലകപ്പെട്ടിരിക്കുകയാണ്. തൊഴിൽ നിരോധനം വന്നതോടെ വായ്പ തിരിച്ചെടുക്കാനും കുടുംബം പോറ്റാനും കഴിയാതെ ദുരിതമനുഭവിക്കുകയാണ് തൊഴിലാളികളെന്ന് സമരക്കാർ പറഞ്ഞു. നോർത്ത് കോട്ടശ്ശേരി കേന്ദ്രീകരിച്ച് നടന്ന മാർച്ചിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാം അറിയുന്നത് പോലെ നമ്മളെല്ലാം നമ്മുടെ പൂർവികരെല്ലാം ഓടിച്ചിരുന്ന ലോറികൾ പ്ലാറ്റോ ലോറികളാണ് നമ്മളെല്ലാം ചെറുപ്പകാലത്ത് നമ്മൾ റോഡിൽ കണ്ടത്. ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും അതുമായി ബന്ധപ്പെട്ട ഗവേഷണം വന്നപ്പോഴാണ് ഇന്ത്യ രാജ്യത്തെ റോഡുകളിൽ JCB എന്ന് പറയുന്ന സാധനം വന്നത്, ടിപ്പർ എന്ന സാധനം വന്നത്, അതുപോലെ കണ്ടെയ്നർ എന്ന് പറയുന്ന സാധനം വന്നത്, അതുപോലെ തന്നെ 12 ടയറുള്ള ലോറികൾ നമ്മുടെ നാട്ടിൽ, ടോറൻസ് ലോറികൾ നമ്മുടെ നാട്ടിൽ വന്നത്. ഇതൊന്നും ഏതെങ്കിലും തൊഴിലാളിയോ ഏതെങ്കിലും വാഹന ഉടമയോ സ്വന്തമായി രൂപകൽപ്പന ചെയ്തതല്ലോ. നമ്മുടെ നാട്ടിന്റെ വികസന രംഗത്ത് ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ
കണ്ടെത്തലുടെയും അതുപോലെ തന്നെ വൈവിഷ്യങ്ങളുടെയും ഭാഗമായിട്ടാണ് ഇതെല്ലാം റോഡിൽ വന്നത്. അങ്ങനെ റോഡിൽ വന്നത് വെറുതെ അങ്ങനെ ഇഷ്ടപ്രകാരം വന്ന റോഡിൽ ഓടുന്നതല്ലോ. രാജ്യത്തിന്റെ നിയമമുണ്ട്, മോട്ടോർ വെഹിക്കിൾ നിയമം. കെ ഉണ്ണിനായർ അധ്യക്ഷനായി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം കാറ്റാടി കുമാരൻ, ടി പ്രകാശൻ, കെ രാധാകൃഷ്ണൻ, രാമചന്ദ്രൻ, അനിൽകുമാർ, ജയൻ, ഹമീദ് മംഗളം തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി വെങ്ങാട്ട് ശശി സ്വാഗതം പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കാഞ്ഞങ്ങാട്ട് സാംസ്കാരിക കൂട്ടായ്മ നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് സാംസ്കാരിക കൂട്ടായ്മ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കൃഷ്ണൻ സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. അതിനു മുമ്പായി ആഗസ്റ്റ് മാസം 5-ാം തീയതി തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന സാംസ്കാരിക സമിതിയുടെ യോഗം ഈ വർഷം സാംസ്കാരിക മേഖലയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്ത് ഒരുപാട് പരിപാടികളിൽ നിർദ്ദേശങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പാകെ വെക്കുകയുണ്ടായി. ആ നിർദ്ദേശങ്ങളൊക്കെ പരിശോധിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റി ഏറ്റവും വേഗം നടത്താൻ പറ്റുന്ന നവംബർ മാസം നടത്താൻ കഴിയുന്ന പരിപാടി എന്ന നിലയിൽ ഇന്ന് വെച്ചിരിക്കുന്ന ഈ മതമേഖലയുടെ ആനുകാലിക പ്രസക്തി എന്ന വിഷയം വെച്ചുകൊണ്ടുള്ള സെമിനാറുകളോ പ്രഭാഷണങ്ങളോ ഒരു ബോധവൽക്കരണം സർവീസ് പെൻഷൻ മേഖലയിൽ നടക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് എല്ലാ ജില്ലകളിലും ഇപ്പോൾ വിവിധ തരത്തിലുള്ള പരിപാടി നടന്നു വരുന്നത്. ഡോക്ടർ സി ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. മതമൈത്രിയുടെ ആനുകാലിക പ്രസക്തി എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. PK മാധവൻ നായർ അധ്യക്ഷനായി. പ്രൊഫസർ ബി ഭാട്ടിയ, പി കുഞ്ഞമ്പു നായർ, ഇ പ്രഭാകര പുതുവാൾ, കൃഷ്ണൻകുട്ടമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കഥയ്ക്കുള്ള മലയാള ഭാഷാശ്രീ പുരസ്കാരം നേടിയ PC പ്രസന്ന ടീച്ചർ ചടങ്ങിൽ അനുമോദിച്ചു. കവിതാലാപനവും നടന്നു. അഖില കേരള യാദവ സഭ പുല്ലൂർ പെരിയ പഞ്ചായത്ത് കൺവെൻഷൻ 12-ന് പെരിയ സുരഭി ഓഡിറ്റോറിയത്തിൽ നടക്കും. പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ 20ഓളം പ്രാദേശിക യൂണിറ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 12-ന് പെരിയ സുരഭി ഓഡിറ്റോറിയത്തിലാണ് അഖില കേരള യാദവ സഭയുടെ പഞ്ചായത്ത് കൺവെൻഷൻ നടക്കുന്നത്. കൺവെൻഷന്റെ ഭാഗമായി 11-ന് വൈകിട്ട് 4 മണിക്ക് കല്ലൂട്ട് ഭഗവതി ക്ഷേത്ര കഴകത്തിൽ നിന്നും വിളംബര ഘോഷയാത്ര പുറപ്പെടും. 12-ന് രാവിലെ 11 മണിക്ക് നടക്കുന്ന കൺവെൻഷൻ കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്യും. പിന്നോക്ക സമുദായ വികസന വകുപ്പ് സ്ഥാപക ഡയറക്ടർ VR ജോഷി മുഖ്യാതിഥിയാവും. സാരഥി UAE കമ്മിറ്റി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും നടക്കും. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒരു കൺവെൻഷനും ആ കൺവെൻഷനിൽ വെച്ച് യാദവ സഭ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നാട്ടിലെ യാദവ സമുദായ അംഗങ്ങൾ UAE സംഘടിച്ച് പ്രവർത്തിച്ചു വരുന്ന സാരഥി UAE എന്ന സംഘടനയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും പ്രസ്തുത കൺവെൻഷനിൽ വെച്ച് വിതരണം നടത്തുകയാണ്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ യാദവ സഭ സംസ്ഥാന പ്രസിഡന്റ് EK രവീന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് യാദവ്, സംഘാടക സമിതി ചെയർമാൻ വയലപ്പുറം നാരായണൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ ചന്ദ്രൻ P പെരിയ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സത്യനാരായണൻ കൂരാങ്കര, സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ബാബു കുന്നത്ത്, ഹൊസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് വേലായുധൻ ആയമ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു. അതിയാമ്പൂരിനെ മാലിന്യവിമുക്തമാക്കാൻ കാലിക്കടവ് ഫ്രണ്ട്സ് പ്രവർത്തകർ രംഗത്തിറങ്ങി. റോഡ് ശുചീകരണവും നടന്നു. അതിയാമ്പൂരിലെ റോഡിന്റെ ശുചീകരണവും ഒപ്പം പ്രദേശത്തെ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കുമാണ് ക്ലബ് പ്രവർത്തകർ തുടക്കമിട്ടത്. കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. സാമൂഹ്യ വിരുദ്ധർ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ നീക്കം ചെയ്ത ക്ലബ് പ്രവർത്തകർ റോഡിന് ഇരുവശത്തെ കാടുകളും നീക്കുകയുണ്ടായി. കാൽനടയാത്ര പോലും ദുസ്സഹമായ റോഡിന്റെ ദുരിതാവസ്ഥയ്ക്ക് ക്ലബ് പ്രവർത്തകരുടെ കൂട്ടായ്മയിലൂടെ പരിഹാരവും ഒരുക്കി. ക്ലബ് പ്രസിഡന്റ് രതീഷ് കാലിക്കടവ്, സെക്രട്ടറി P മുരളി, AK ലക്ഷ്മണൻ, MK ഷാജി, സുനിൽകുമാർ, ഓമന, ജയന്തി തുടങ്ങിയവർ നേതൃത്വമേകി. ഹജ്ജ് കർമ്മം നിർവഹിച്ചെത്തിയ ജില്ലയിലെ ഹാജിമാർക്ക് സ്വീകരണം നൽകി. SM അക്കാദമിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചെത്തിയ ഹാജിമാർക്ക് SM അക്കാദമിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഇട്ടമ്മൽ ജംഗ്ഷനിലായിരുന്നു സ്വീകരണം. കാഞ്ഞങ്ങാട് ജമാഅത്ത് സെക്രട്ടറി ബഷീർ വള്ളിക്കോത്ത് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പിശാചിന്റെ പ്രേരണ ഹാജറയിലുണ്ടായപ്പോ ആ പിശാചിനെ ആട്ടിയോടിച്ച ഹാജറയുടെ സ്ഥൈര്യം നമ്മൾ കണ്ടു. ഇതെല്ലാം കണ്ട് തിരിച്ചു വരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി ഒരു ഹജ്ജ് പൂർത്തിയാക്കിയാൽ ആ ഹജ്ജ് അല്ലാഹു കബൂൽ ചെയ്യും.
അങ്ങനെ അള്ളാഹു കബൂൽ ചെയ്ത ഒരു ഹജ്ജ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നവജാത ശിശുവിന്റെ വിശുദ്ധാവസ്ഥയിലാണ് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹസീനർ മാങ്കൂൽ അധ്യക്ഷനായി. കബീർ ഫൈസി ചെറുകോട് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്തഫ ഫൈസി, അബ്ദുൾ റഷീദ്, അബൂബക്കർ സാദി, നക്രാജ, സാദിഖുൽ അമീൻ തുടങ്ങിയവർ സംസാരിച്ചു. നീര ഐസ് ഇനി കാസർഗോട്ടും. നീര ഐസ് വിപണിയിലെത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് പടന്നക്കാട് കാർഷിക കോളേജ് അധികൃതർ. നീര സിപ്പപ്പ് പടന്നക്കാട് കാർഷിക കോളേജിലെ നീരാകരാമൃതം യൂണിറ്റിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ആരംഭിച്ചിട്ട് 6 മാസക്കാലമായി. 15 ലിറ്റർ പശുവിൻ പാലും 10 ലിറ്റർ നീരയും ഉപയോഗിച്ചാണ് ദിവസം 1000-ഓളം സിപ്പപ്പുകൾ ഉണ്ടാക്കുന്നത്. പ്ലാന്റിൽ സംസ്കരിച്ചെടുക്കുന്ന നീരയും പാലും ചേർത്തുണ്ടാക്കുന്ന സിപ്പപ്പിന് നീരയുടെ പ്രകൃതിദത്തമായ മധുരം മാത്രമാണുള്ളത്. 5 രൂപയാണ് ഒരു സിപ്പപ്പിന് ഈടാക്കുന്ന വില. മലിനജലവും മായവും കലരാത്ത സിപ്പപ്പുകൾ വിപണിയിലെത്തിക്കുന്നതിലൂടെ കുട്ടികളുടെ ആരോഗ്യമാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ഐസ് സിപ്പപ്പായിട്ട് കുട്ടികളുടെ ഇടയിലേക്ക് കൊടുക്കുന്ന ഈ ഉൽപ്പന്നം ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നത് നിലവിൽ മാർക്കറ്റിൽ ലഭ്യമാവുന്ന ഐസ് ഉൽപ്പന്നങ്ങൾ ജലത്തിലൂടെയും അതിൽ ചേർക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങളിലൂടെയും വിഷാംശങ്ങളാണ് കുട്ടികളിലേക്ക് എത്തിച്ചേരുന്നത്. ഇതിൽ നിന്നും ഒരു മാറ്റം നീരയും അതുപോലെ തന്നെ തിളപ്പിച്ചാറ്റിയിട്ടുള്ള പാലും ചേർത്തുകൊണ്ടുള്ള നീരയുടെ സിപ്പപ്പ് ഏറെ ജനശ്രദ്ധ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടമായി സംസ്ഥാനത്തെ പ്രധാന ഉത്സവ സ്ഥലങ്ങളിൽ ഐസ് സിപ്പപ്പുകൾ വിപണിയിലെത്തിക്കാനാണ് തീരുമാനം. വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് സംസ്ഥാന വ്യാപകമായി വിതരണം ചെയ്യുന്നതോടെ നാളികേര ക്ഷീര ഉൽപാദന മേഖലയിൽ പുത്തനുണർവായി മാറും ഐസ് സിപ്പപ്പുകൾ. കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബ്ബുകളുടെയും വിജിലൻസ് വകുപ്പിന്റെയും സംവാദം ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബ്ബും മിട്ടോൺ കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബ്ബും വിജിലൻസ് വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ സംവാദം ശ്രദ്ധേയമായി. അഴിമതിയും അതിന്റെ പാരിസ്ഥിതിക ആഘാതങ്ങളും എന്ന വിഷയത്തിലായിരുന്നു സംവാദം. കാസർഗോഡ് വിജിലൻസ് ഡിവൈഎസ്പി കെ.വി. രഘുരാമൻ സംവാദം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഏറ്റവും വലിയ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരിസ്ഥിതി ആഘാതം തന്നെയാണ്. പരിസ്ഥിതി പ്രശ്നം നമ്മുടെ നാട്ടിൽ വളരെ വർഷങ്ങളായിട്ട് വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. ഇന്ന് നമുക്കറിയാം, ഇപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ പത്രങ്ങളിലെല്ലാം കാണാം ഡൽഹിയിലത്തെ അവസ്ഥ. പുറത്ത് ഇറങ്ങി ശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഡൽഹി. ഈ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലേക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കും അത് വരാം. അപ്പൊ മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടുകൾ നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ വെച്ചാൽ വായു മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ എം.എസ്. പ്രദീപ് അധ്യക്ഷനായി. കാസർഗോഡ് വിജിലൻസ് ഇൻസ്പെക്ടർ എം. അനിൽകുമാർ സംവാദം നിയന്ത്രിച്ചു. കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് രഞ്ജിത് സി നായർ സ്വാഗതവും മിട്ടോൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് എ. രാജീവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ പദ്ധതി രൂപവൽക്കരണത്തിനായി ഗ്രാമസഭകൾക്ക് തുടക്കമായി. 4-ാം വാർഡ് ഗ്രാമസഭ നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ നടപ്പിലാക്കേണ്ട പദ്ധതി പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഗ്രാമസഭകൾക്ക് തുടക്കമായി. 4-ാം വാർഡ് ഗ്രാമസഭ നഗരസഭാ ചെയർമാൻ വി. രമേശൻ ഉദ്ഘാടനം ചെയ്തു. പി. വേണുഗോപാലൻ, കെ. ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. SSA സംഘടിപ്പിക്കുന്ന മാതൃഭാഷാ പക്ഷാചരണത്തിന്റെ ഭാഗമായി അഗസറഹോള UP സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചു. ബേക്കൽ BRCയുടെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കേരളപ്പിറവിയുടെ 60-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് SSAയുടെ നേതൃത്വത്തിൽ മാതൃഭാഷാ പക്ഷാചരണം സംഘടിപ്പിച്ചത്. ബേക്കൽ BRCയുടെ നേതൃത്വത്തിൽ സെമിനാറും ശില്പശാലയും സംഘടിപ്പിച്ചു. അഗസറഹോള ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു സെമിനാർ നടന്നത്. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പി. ഇന്ദിര സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KA ബിന്ദു അധ്യക്ഷയായി. SSA ജില്ലാ പ്രൊജക്ട് ഓഫീസർ കെ. രവിവർമ്മൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗം MG ആയിഷ, ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ പി. വേണുഗോപാലൻ, ബി. ഗംഗാധരൻ, ഡയറ്റ് സീനിയർ ലെക്ചറർ വി. രാമേന്ദ്രൻ നായർ, ഹെഡ്മിസ്ട്രസ് PD ശ്രീദേവി, HM ഫോറം കൺവീനർ MV രാമചന്ദ്രൻ, കരിച്ചേഴി ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ്മാസ്റ്റർ രാധാകൃഷ്ണൻ കാമലം, BPO KV ദാമോദരൻ, ബേക്കൽ BRC കൺവീനർ KV രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുവത്തൂർ ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ സജീവമാകുന്നു. സംഘാടക സമിതി ഓഫീസും സജ്ജമായി. ചെറുവത്തൂർ ഫെസ്റ്റുമായി വീണ്ടും ജനങ്ങളിലെത്തുന്നത് ചെറുവത്തൂർ മർച്ചന്റ്സ് അസോസിയേഷൻ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി ചെറുവത്തൂർ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചെറുവത്തൂർ ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 22 മുതൽ ജനുവരി 8 വരെ സംഘടിപ്പിക്കുകയാണ്. ചെറുവത്തൂർ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയ സംഘാടക സമിതി ഓഫീസ് ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിനെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. അവരെല്ലാം അതിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇപ്പോഴേ നമ്മുടെ ഈ പട്ടണത്തിന്റെ വികസനത്തെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ നാളെ ഏറെ വീർപ്പുമുട്ടി കഴിയുന്ന ഒരു പ്രദേശമായിട്ട് ഇത് മാറും. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്.
ഇവിടെ ചെറുവത്തൂർ ഫെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഉത്സവത്തിന്റെ പ്രതിച്ഛായ സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്ന ഈ പരിപാടി ഒരു ഗ്രാമീണ മേഖലയിലാണ് നടക്കുന്നത് എന്നതാണ് ഞാൻ ഇതിൽ കാണുന്ന പ്രത്യേകത. സാധാരണഗതിയിൽ നഗരപ്രദേശങ്ങളിലും കോർപ്പറേഷൻ പരിധിക്കകത്തും ഒക്കെ വലിയ വലിയ തോതിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഫെസ്റ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഓരോ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഫെസ്റ്റ് അതിന് വേറെ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മാഹിൻ കൊളിക്കര ഫണ്ട് ഏറ്റുവാങ്ങി. പി മുസ്തഫ സ്വാഗതം പറഞ്ഞു. സി യൂസഫ് ഹാജി, പി.കെ. വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം നീലേശ്വരത്ത് നടന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ആദരം. നീലേശ്വരം വ്യാപാര ഭവനിൽ വെച്ച് നടന്ന സമ്മേളനം AKPA ജില്ലാ പ്രസിഡന്റ് ഹരീഷ് പാലക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം മേഖല തന്നെ നടത്തിയ പല പരിപാടികളും സംസ്ഥാന തലത്തിൽ തന്നെ വളരെയധികം ജനശ്രദ്ധ പിടിച്ചുപറ്റിയ പരിപാടികളായിരുന്നു. ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, അതുപോലെ നഗരസഭയുമായി സംയുക്തമായി ചേർന്ന് മാലിന്യ വിമുക്ത നഗരസഭ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീലേശ്വരം നഗരസഭയിൽ സംഘടിപ്പിച്ച മാലിന്യ വിമുക്ത നഗരസഭ എന്നുള്ള അതിന്റെ കീഴിൽ ഇതിലെ മുഴുവൻ ഫോട്ടോഗ്രാഫർമാർ പങ്കെടുത്ത നഗര ശുചീകരണം ഈ സംസ്ഥാനത്ത് തന്നെ വളരെയധികം ശ്രദ്ധ നേടിയ ഒരു പ്രവർത്തനമാണ്. നീലേശ്വരം മേഖലാ പ്രസിഡന്റ് വിനു മൈമൂൺ അധ്യക്ഷത വഹിച്ചു. ഫോക്ലോർ അവാർഡ് ജേതാവ് പ്രഭാകരൻ തരങ്കിണി, പ്രാദേശിക കൃഷിശാസ്ത്രജ്ഞൻ PV ദിവാകരൻ, സംസ്ഥാന തലത്തിൽ തൈക്കണ്ടോ സ്വർണ്ണ മെഡൽ ജേതാവ് സങ്കീർത്ത് സഞ്ജീവ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. AKPA സംസ്ഥാന കമ്മിറ്റി അംഗം സുദർശനൻ ഫോട്ടോഗ്രാഫി മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. പ്രശാന്ത് തൈക്കടപ്പുറം, NA ഭരതൻ, KC എബ്രഹാം, വാസു രമേശൻ മാവുങ്കാൽ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. കണ്ണൻ സ്വാഗതവും ഗോകുലൻ ചോയങ്കോട് നന്ദിയും പറഞ്ഞു. ഉപ്പളയിൽ പ്രവർത്തിച്ചു വരുന്ന സ്വകാര്യ കൺസൾട്ടൻസിയിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ നിരവധി വ്യാജരേഖകൾ കണ്ടെടുത്തു. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കേന്ദ്ര കേരള സർക്കാരുകളുടെ വിവിധങ്ങളായ സീലുകളും പോലീസ് പിടിച്ചെടുത്തു. ഉപ്പള മെഹബൂബ് പെട്രോൾ പമ്പിന് സമീപത്തായി പ്രവർത്തിച്ചു വരുന്ന സഹൽ കൺസൾട്ടൻസിയിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവിടെ പരിശോധന നടന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം കുമ്പള CI VV മനോജ്, SI P പ്രമോദ്, ജില്ലാ പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ്, സൈബർ സെൽ ടീം എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് റെയ്ഡ് നടത്തിയത്. 70-ൽ പരം പാസ്പോർട്ടുകൾ, 3 കമ്പ്യൂട്ടറുകൾ, ഹാർഡ് ഡിസ്കുകൾ, പെൻഡ്രൈവുകൾ, നിരവധി പാസ്ബുക്കുകൾ, സീലുകൾ, നിരവധി സ്ഥാപനങ്ങളുടെ പേരിലുള്ള സ്ലിപ്പുകൾ, സർക്കാർ സ്ഥാപനങ്ങളുടെ വ്യാജ ലെറ്റർ പാഡുകൾ എന്നിവ പോലീസ് ഇവിടെ നിന്നും കണ്ടെടുത്തു. ഉപ്പളയിലെ അൻസാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥാപനം. റെയ്ഡ് നടക്കുന്ന വിവരമറിഞ്ഞ് ഇയാൾ ഒളിവിൽ പോയിരിക്കുകയാണ്. 2 ലക്ഷത്തോളം രൂപയും ഇവിടെ നിന്നും പോലീസ് കണ്ടെടുത്തു. റെയ്ഡിൽ മറ്റ് നിരവധി രഹസ്യരേഖകളും ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നിരവധി വ്യാജ സർട്ടിഫിക്കറ്റുകളും ഇവിടെ നിന്നും നിർമ്മിച്ചതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് ഉപ്പള മണ്ണംകുഴിയിൽ ആരംഭിച്ചു. ജില്ലയിൽ ആദ്യമായാണ് സംസ്ഥാന സ്കൂൾ ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുള്ള 1400ഓളം കായിക താരങ്ങൾ മത്സരിക്കുന്ന ഗെയിംസ് ഇനങ്ങൾക്കാണ് ഉപ്പളയിൽ ആരംഭം കുറിച്ചത്. സ്പോർട്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ചാക്കോ ജോസഫ് പതാക ഉയർത്തിയതോടെയാണ് ഗെയിംസ് ഇന മത്സരങ്ങൾക്ക് തുടക്കമായത്. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ബന്ദിയോട് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും ആനന്ദകരവുമായ ഒരു മുഹൂർത്തത്തിലാണ് ഞങ്ങളിപ്പോൾ നിലകൊള്ളുന്നത്. കാഞ്ഞങ്ങാട് DEO KP പ്രകാശ് കുമാർ, ജില്ലാ കോർഡിനേറ്റർ KJ മാത്യു, മഞ്ചേശ്വരം AEO നന്ദികേഷ്, ഹെഡ്മാസ്റ്റർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. 60ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന് ജില്ല ആദ്യമായാണ് ആതിഥേയം വഹിക്കുന്നത്. ഹാൻഡ്ബോൾ, കബഡി, ഫുട്ബോൾ, റെസ്ലിംഗ് എന്നീ ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. 2 ഇനങ്ങളിലായി നടക്കുന്ന മേള വ്യാഴാഴ്ചയാണ് സമാപിക്കുന്നത്. നെല്ലിക്കാട്ട് അപ്പാട്ടി വളപ്പ് തറവാട്ടിൽ കുടുംബസംഗമം നടന്നു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും നടന്നു. നെല്ലിക്കാട്ട് അപ്പാട്ടി വളപ്പ് തറവാട്ടിലെ കുടുംബസംഗമം നടന്നു. K. വേണുഗോപാൽ നമ്പ്യാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തറവാട് കമ്മിറ്റി പ്രസിഡന്റ് B. ചന്തു അധ്യക്ഷനായി.
പി വി നാരായണൻ, വി കുഞ്ഞിക്കണ്ണൻ, വിജയൻ മാലോത്ത്, കെ ടി വി പ്രേമലത, സി ബാലകൃഷ്ണൻ, വി കുഞ്ഞമ്പു നായർ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബസംഗമത്തിൽ ആചാരസ്ഥാനികരായ കുമാരൻ വല്യച്ചൻ, ഗോപാലൻ കോമരം, വിനോദൂരാളൻ, തറവാട്ടുകാരനവരായ പൂച്ചക്കാട് കുഞ്ഞിരാമൻ, തറവാട്ടിൽ നിത്യജീവൻ തെളിയിക്കുന്ന നാരായണിയമ്മയും ആദരിക്കുകയുണ്ടായി. SLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും അനുമോദിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് VK ഉണ്ണികൃഷ്ണനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ടിപ്പർ JCB മേഖലയിലെ നിരോധനം നീക്കണമെന്ന ആവശ്യം. ടിപ്പർ JCB തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം. കാഞ്ഞങ്ങാട്ട് സാംസ്കാരിക കൂട്ടായ്മ. അഖില കേരള യാദവ സഭ പുല്ലൂർ പെരിയ പഞ്ചായത്ത് കൺവെൻഷൻ 12-ന്. സാരഥി പുരസ്കാര വിതരണവും നടക്കും. അതിയാമ്പൂരിനെ മാലിന്യ വിമുക്തമാക്കി കാലിക്കടവ് ഫ്രണ്ട്സ് പ്രവർത്തകർ. ഹജ്ജ് കർമ്മം നിർവഹിച്ചു തിരിച്ചെത്തിയ ഹാജിമാർക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.